بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا صدق الله صدق الله مولانا الذي وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لن يدخل الجنة إلا برحمة الله ولا أنت يا رسول الله ولا أنا إلا أن يتغمدني الله برحمة الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر الآسين كلي وافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي
وأيدي مددي عمدي العاشددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها حرا وباء الحاتما المصطفى والمرتضى وابناهما والفاطمة റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ മക്കാമണ്ണിലോദിച്ച കിനാവൊലിയേ മക്കൾക്കായി നീലാവ് ചൊരിഞ്ഞവരെ മക്കാമണ്ണിലോദിച്ച കിനാവൊലിയേ മക്കൾക്കായി നീലാവ് ചൊരിഞ്ഞവരെ സ്നേഹസമ്മാനം നൽകിയോരേ സ്വർഗപന്താവ് കാട്ടിയോരേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ വാണ പൈശാചിക ദിനെ മാറ്റിയോരേ വീണ പെണ്ണിൻ മഹത്വത്തേറ്റിയോരേ താണു ജീവിച്ച് സൽവഴി കാട്ടിയോരേ കാണുവോറല്ല മീനായി വാഴ്ത്തിയോരേ നല്ല തേൻമുത്ത് നൽകിയോരേ സ്നേഹത്തിൻ വിത്ത് പാകിയോരേ റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറൊളിയേ റാഹത്തേകിയ താജൊളിയേ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മനോഹരമായ ഒരു ഹദീസിലൂടെ ഖബറിനുള്ളിൽ എന്ന വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാരി. അൻസാരികളിൽപ്പെട്ട ഒരു പ്രിയ സഹോദരൻ മരണപ്പെട്ടപ്പോൾ ആ സഹോദരന്റെ മയ്യത്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു. അൻസാരികളിൽപ്പെട്ട ഒരു പ്രിയ സഹാബി മരണപ്പെട്ടു പോയപ്പോൾ ആ സഹോദരന്റെ മയ്യത്ത് കുളിപ്പിച്ചു, ആ സഹോദരന്റെ മയ്യത്ത് പൊതിഞ്ഞു, ആ സഹോദരന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് നമസ്കാരമടക്കമുള്ള സർവ്വകാര്യങ്ങളും കഴിഞ്ഞ് ആ പ്രിയ കൂട്ടുകാരന്റെ മയ്യത്ത് ഖബറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്.
ബഹുമാനപ്പെട്ടവര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ ആ മയ്യത്തിന് കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമാണ്. പുന്നാരനബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മുത്തുനബി തങ്ങൾ ഒരു മയ്യത്തിനോടൊപ്പം യാത്ര ചെയ്യുക, സഞ്ചരിക്കുക എന്നതുപോലും ആ മയ്യത്തിന് അള്ളാഹു പടച്ചതമ്പുരാൻ കൊടുത്ത ഒരു വലിയ മഹാസൗഭാഗ്യമാണ്. അങ്ങനെ ആ മയ്യത്തിനെ കൊണ്ടുപോകുന്നു. ഫന്തഹൈനാ ഇലൽ ഖബർ, ഞങ്ങൾ ആ ഖബറിന്റെ ഭാഗത്തേക്ക് എത്തി. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ ഖബറിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. ആ സമയത്ത് ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന 2-3 സഹോദരങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ചു നേരം മയ്യത്തിനെ ഖബറിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് മാറ്റിവെക്കുക. കുറച്ചു നേരം ആ മയ്യത്തിനെ, അൻസാരിയായ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മയ്യത്തിനെ ഖബറിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് മാറ്റിവെക്കുക, അരികിലേക്കൊന്ന് നീക്കിവെക്കുക. ഖബറിന്റെ മിനുക്കുപണികൾ, അവസാന പണികളൊന്ന് തീർത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാമെന്ന് പറഞ്ഞപ്പോ വജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗല, മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൽ നിന്ന് അല്പം മാറിയിട്ടൊരു ഭാഗത്തിരുന്നു. വജലസ്നാ ഹൗലഹു, ഞങ്ങളും ആ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും ഇരുന്നു. എന്നിട്ട് പുന്നാര നബി തങ്ങൾ ആ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഖബറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പ്രിയപ്പെട്ട സഹാബികളോടായി പറയുകയാണ്, സഹാബികളെ, ഈ മനുഷ്യന്റെ മയ്യത്ത് ഇപ്പോ ഖബറിന്റെ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷം ഈ മയ്യത്തിന്റെ ബർസഖ് ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് ഈ പ്രിയ കൂട്ടുകാരന്റെ മയ്യത്ത് നമ്മൾ ഇറക്കി വെക്കുമ്പോ, ആ മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ, ആ ഖബറിന്റെ ഭാഗത്തിരുന്ന് നമ്മളെല്ലാവരും പിരിഞ്ഞു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഖബറിന്റെ അകത്തളത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന മുൻകർ നകീർ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരും എന്ന് പറയുകയാണ്. ഏത് സ്ഥലത്തടക്കിയാലും, സംഭ്രമത്തടക്കിയാലും, തുളുക്കുളിലടക്കിയാലും, പുതുക്കോലടക്കിയാലും, കുമ്മലടക്കിയാലും, ഏതൊക്കെ മഹലിന്റെ ചുറ്റുവട്ടത്ത് പള്ളിപ്പറമ്പുകളിൽ ആ പ്രിയപ്പെട്ട മയ്യത്തിനെ ഇറക്കി വെച്ചാലും ഖബറിന്റെ അകത്തേക്ക് നിർബന്ധമായും ഈ 2 മലക്കുകൾ കടന്നു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 2 മലക്കുകൾ ആ ഖബറിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മൻ റബ്ബുക എന്ന് ചോദ്യം ചോദിക്കും. ചെറിയ മദ്രസ പ്രായത്തിൽ ഞാൻ നമ്മുടെ മദ്രസകളിൽ പുസ്തകങ്ങളിൽ വായിച്ചു മനപാഠമാക്കി പരീക്ഷകളിൽ എഴുതി മാർക്ക് വാങ്ങിയ ചോദ്യോത്തരങ്ങളാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? വമൻ നബിയുക, നിന്റെ നബി ആരാണ്? വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? വമാ ഖിബ്ലത്തുക, നിന്റെ ഖിബ്ല ഏതാണ്? വമാ ഇമാമുക, നിന്റെ ഇമാമാരാണ്? അങ്ങനെ തുടങ്ങുന്ന 3-4 ചോദ്യങ്ങൾ മാത്രമല്ല, ഒരു ആമുഖ പഠനത്തിന് വേണ്ടി ആ ചോദ്യങ്ങളാണ് ചെറിയ പ്രായം മുതൽ ഞാനും നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ചോദ്യങ്ങൾ ഖബറിന്റെ അകത്ത് വരും എന്ന പ്രതീക്ഷയില ഞാനും നിങ്ങളും ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ചിന്തയൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഭവത്തിലേക്ക് മടങ്ങി വരാം. നബി തങ്ങൾ പറയുകയാണ്, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ 6 അടി മണ്ണിന്റെ അകത്തളത്ത് പ്രിയപ്പെട്ട ഉപ്പയും പ്രിയപ്പെട്ട കുടുംബക്കാരും മക്കളും സഹോദരങ്ങളും കൊണ്ടുവന്ന് വെച്ച് മണ്ണ് വാരിയിട്ട് ആരോരുമില്ലാതെ കുറ്റാകുറ്റിരുട്ടാകുന്ന ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട മയ്യത്ത് അല്ലാഹു റബ്ബി ചോദിച്ച ഉടൻ, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിച്ച ഉടൻ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് മറുപടി കൊടുക്കുമ്പോ വ മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുത്തു നബി, എന്റെ മുഹമ്മദ് എന്ന് പറയുന്നത് എന്റെ പ്രവാചകനാണ് എന്ന് മറുപടി കൊടുക്കുമ്പോ, ഈ ഖിബലയെ കുറിച്ച് മറുപടി കൊടുക്കുമ്പോ, ഖുർആൻ ഇമാമാണെന്ന് മറുപടി കൊടുക്കുമ്പോൾ, അങ്ങനെ ഓരോന്നിന് നിഷ്പക്ഷവും സ്പഷ്ടവുമായ മറുപടി കൊടുത്തുകൊണ്ട് ആ ഖബറാളി വളരെ ആവേശത്തോടു കൂടി മറുപടി കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരികയാണ്. വെട്ടിക്കൊണ്ടിരിക്കുന്ന, പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന 6 മണ്ണിലേക്കും ആ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന മയ്യത്തിലേക്കും നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു പടച്ച തമ്പുരാൻ ഈ മലക്കുകളോട് ഇത്തരം മറുപടി പരസ്പരം അടുത്തിരിക്കുന്നവരോട് പറയണ്ട, ആരോടും പറയണ്ട സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വയം തീരുമാനിക്കണം. അല്ലാഹുവേ, ഞാൻ മരിച്ച് ഖബറിന്റെ അകത്തിന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ ഞാനാണ് റബ്ബ് എന്ന് ആരോരുമില്ലാത്ത ഖബറിന്റെ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ മനുഷ്യനെ ഇതുപോലെ ഒരു പച്ചമണ്ണിൽ കിടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കുക.
നിബിതങ്ങൾ പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിനെയും ആ ഖബറിനെയും നോക്കിയിട്ട് പറയുന്നു, ഫഫ്തഹൂ ലഹു ബാബൻ മിനൽ ജന്ന. അല്ലാഹു മലക്കുകളോട് പറയും, എന്റെ പ്രിയപ്പെട്ട മലക്കുകളെ, ഖബർ ഇടുങ്ങി പോയിരിക്കുകയാണ്. ആ ഖബറിന്റെ കത്ത് കിടന്നുകൊണ്ട് ഖബറാളി ഭയപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഖബറിന്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ വെട്ടിമാറ്റിയിട്ട് സ്വർഗത്തിന്റെ വാതിൽ ആ ഖബറിലേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കുക. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ ഖബറിന്റെ ഇളം തെന്നലാ, സ്വർഗത്തിന്റെ ഇളം തെന്നലാ ഖബറിന്റെ കത്തളത്തിലേക്ക് അടിച്ചു വരുമത്രേ. അങ്ങനെ വാതിൽ തുറക്കുമ്പോൾ ഖബറിന്റെ സ്വർഗത്തിന്റെ സുഖവും സുഗന്ധവും ആ ഖബർ ജീവിതത്തിന്റെ കിളിവാതിലിലൂടെ, സ്വർഗവാതിലിലൂടെ അകത്തേക്ക് കടന്നു വരുമത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആനാണ് എന്റെ ഇമാമ്, കഅബയാണ് എന്റെ ഖിബില എന്നൊക്കെ മറുപടി പറഞ്ഞ, സർവ്വ ചോദ്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തൂകി കിടക്കുന്ന വിശ്വാസിയായ ആ മയ്യത്തിന്റെ ഖബറിന്റെ ഉള്ളറയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഫ്സഹു ലഹു മദ്ദ ബസരിഹി. കാഴ്ച തുറന്ന്, കണ്ണു തുറന്ന് നോക്കിയാൽ എത്താവുന്നതിന്റെ പരമാവധി അങ്ങേയറ്റം വരെ ആ ഖബർ വിശാലമാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ. ഇത്രയും പറഞ്ഞപ്പോൾ സഹാബികൾക്ക് വലിയ സന്തോഷമായി, മുത്തായതങ്ങൾക്കും വലിയ സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകർ, അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന ചോദ്യോത്തരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞിടുകയാണ്. പെട്ടെന്ന് മുഖത്തിന്റെ നിറത്തിന് വ്യത്യാസം വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചെറിയ ഒരു മരക്കൊള്ളി കഷണം എടുത്തുകൊണ്ട് ആ ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ണിന്റെ ഭാഗത്ത് ഇങ്ങനെ കുത്തിവെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. സഹാബികളുടെ മുഖം തല്ലാതെ വിവർണമായി. അവര് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ, ഖബർ ജീവിതത്തെ കുറിച്ച് അങ്ങ് വളരെ പുഞ്ചിരി തൂകിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ. മറുപടി കൊടുക്കുന്ന മയ്യത്തിന് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനങ്ങളെ കുറിച്ച്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് വിശദീകരിച്ച മുത്തുനബിയെ, അവിടെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, മറുപടി കൊടുക്കുന്ന മയ്യത്തുകളുടെ അവസ്ഥയാണ് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. മറുപടി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ ആരാണ് റബ്ബെന്ന് ചോദിക്കുമ്പോ എന്ത് റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലോ, ആരാണ് നിന്റെ പ്രവാചകനെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലോ, എന്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലോ, എന്റെ ഖിബല അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബയാണെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലോ, അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. അവന് സ്വർഗത്തിന്റെ വിരിപ്പില്ല, അവന് സ്വർഗത്തിന്റെ കവാടമില്ല, അവന് സ്വർഗത്തിന്റെ സുഗന്ധമില്ല. 6 മണ്ണിന്റെ ഉള്ളറയിലേക്ക് നരകാഗ്നി കൊണ്ടുവരികയാണ്. മറുപടി കൊടുക്കോ, കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട സംഭ്രമത്ത് വന്നിരിക്കുന്നവര്, മരണമെല്ലാവർക്കും ഉള്ളതാണ്. ആ ഖബറിന്റെ അകത്ത് ഞാൻ ഒറ്റക്കാണ്, ഉസ്താദുമാർ ഒറ്റക്കാണ്, നിങ്ങൾ ഒറ്റക്കാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഓടി നടക്കുന്ന കടക്കൽ ജുനൈദ് സാഹിബ് പോലും ഒറ്റക്കാണ്. നിങ്ങളെല്ലാവരും ഒറ്റക്കാണ്, ഞാനും നിങ്ങളൊക്കെ ഒറ്റക്കാണ്. എന്റെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ആ ഖബറിന്റെ അകത്ത് 6 മണ്ണിന്റെ അകത്തളത്ത് കിടന്നുകൊണ്ട് അല്ലാഹു ആണെന്റെ റബ്ബെന്ന് പറയാ സങ്കോചമുള്ളവരാരാ ഉള്ളത്? ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സഹോദരങ്ങള്? സംഭ്രമം പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്ക് മുടങ്ങി കേൾക്കുമ്പോ ആ ബാങ്കിന് മറുപടി കൊടുക്കാറ് ദുനിയാവിന്റെ നാനാഭാഗത്ത് ഭൗതിക ലോകത്തിന്റെ ആർത്തിക്ക് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി അല്ലാഹുവിനെ മറന്നുകൊണ്ട് പരക്കം തായുന്ന ചെറുപ്പക്കാരാ, കള്ളും കഞ്ചാവും പെണ്ണും മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ റോഡിലൂടെ എത്രയോ മയ്യത്തുകള് സംഭ്രമം പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഞാനും നിങ്ങളും കൊണ്ടുവന്നടക്കിയിട്ടില്ലേ? എത്രയോ മയ്യത്തുകളെ കൊണ്ടുവന്നടക്കിയിട്ടില്ലേ? അവരൊന്ന് കരയുകയാണോ? അവരൊന്ന് ചിരിക്കുകയാണോ? അവരൊന്ന് വേദനിക്കുകയാണോ? അവരെ ഖബറിന്റെ അകത്ത് തീയാണോ? അവര് നിലവിളിക്കുകയാണോ? അറിയില്ല ഉമ്മ, അറിയില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരന്നുകൊണ്ട് സഹാബത്തിനോട് പറയുകയാ, സഹാബികളെ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാ മനസ്സുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയാത്തവരാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, കൃത്യം
കൃത്യമായിട്ട് നിസ്കരിക്കാൻ കഴിയാത്തവര്, അള്ളാഹെ ഭയപ്പെടാൻ കഴിയാത്തവര്, എങ്ങനാണ് പ്രിയപ്പെട്ടവര് അള്ളാന്റെ റസൂൽ നമ്മുടെ നബിയാണെന്ന് ഖബറിന്റെ അകത്ത് വെച്ച് പറയാൻ കഴിയോ? ഞാനിന്ന് പ്രസംഗം തുടങ്ങിയിട്ട് എത്ര സമയമായി, എത്ര പ്രാവശ്യം ആരംഭപ്പുവാഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞു. നിങ്ങളിൽ ആരൊക്കെയാണ് ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലിയത്? നിങ്ങളിൽ ആരൊക്കെയാണ് ചൊല്ലുമക്കളെ എന്ന് പറയാതെ സ്വലാത്ത് ചൊല്ലിയ എത്ര പേരാ? എന്റെ മുത്തുനബി തങ്ങളുടെ പേരല്ലേ, എന്റെ പ്രവാചകന്റെ പേരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരാ സ്വലാത്ത് ചൊല്ലിയത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നേരം പിറന്നാൽ പാതിരാ സമയം വരെ ഫസാദ് പറയാനും ഈബത്ത് പറയാനും നുണ പറയാനും ഏശനി പറയാനും കുടുംബ കലഹമുണ്ടാക്കാനും സമയം കണ്ടെത്തുന്ന പെണ്ണേ, ഒരു 10 സ്വലാത്ത് ചെല്ലാൻ നേരം ലഭിക്കാത്ത നിനക്ക് ഖബറിന്റെ അകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? കഴിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുകൊണ്ട് ആവേശത്തോടെ ചിന്തിക്കുക. ഖുർആനിന്റെ വീട്ടിന്റെ അകത്തില്ലേ സംഭ്രമം? പള്ളിക്കകത്ത് എത്രയോ ഖുർആൻ അടുക്കി വെച്ചിരിക്കുകയാ. നിസ്കാരം കിടന്നൊരു 10 മിനിറ്റ്, സുബഹി കിടന്നിട്ടൊരു 5 മിനിറ്റ്, മഗ്‌രിബ് കിടന്നിട്ടൊരു 15 മിനിറ്റ്. എന്തിനേറെ വീടിന്റെ അലമാരയുടെ സോക്കേഴ്സിൽ പരിശുദ്ധ ഖുർആൻ അലങ്കാരത്തിന് വേണ്ടി അടുക്കി വെച്ചിരിക്കുന്ന സംഭ്രമം മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്തുള്ള ഉമ്മ, പരിശുദ്ധ ഖുർആനും എടുത്തു ഓരോ സമയമില്ലാതെ ആ ഖുർആനെന്ന് പാരായണം ചെയ്യാൻ നേരമില്ലാതെ ദുനിയാവിന്റെ ഈ കിളിപ്പെടുത്തുന്ന രസങ്ങൾക്ക് വേണ്ടി ചാനലേക്ക് മുന്നിൽ അടയിരിക്കുന്ന പെണ്ണേ, വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണെന്ന് പറയാ കഴിയുമോ? കഴിയുമോ പെങ്ങളെ? കഴിയുമോ പെങ്ങളെ? വഴിയിൽ കിടക്കുന്ന വാറോളകളെടുത്ത് വെച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകളോളം വായിച്ച് കളിയാക്കി പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നവന്, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന പരിശുദ്ധ ഖുർആൻ നിന്റെ വീട്ടിന്റെ അകത്തടുക്കി വെച്ചിട്ട് അതിന്റെ ഒരു കടലാസ് നോക്കോ, പൊന്നുമോക്ക് സമയം കിട്ടുന്നുണ്ടോടാ? ആരുടെയൊക്കെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു 5 ആയത്തോടാ നിനക്ക് നേരം കിട്ടുന്നുണ്ടോ? 2 പ്രിയപ്പെട്ട ആഫുലങ്ങൾക്ക് അള്ളാഹുവേ ക്യാഷ് അവാർഡ് കൊടുത്തല്ലോ. അതുപോലെ ഞങ്ങളുടെ മക്കളെയും നീ വളർത്തണയല്ല, ആഫുലീങ്ങളാക്കി തരണയല്ല. സംഭ്രമത്തുകാര്, നിങ്ങളുടെ വളർച്ച നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ഉയർച്ച നിങ്ങൾക്കറിയില്ല. 2 ഹാഫിളീങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്തൊരു നിങ്ങൾക്ക് അഭിമാനിക്കാം. പ്രിയപ്പെട്ടവര്, അല്ലാഹു പടച്ചതമ്പുര ഇത്തരം പരിപാടികളിലൂടെ ഖബർ ജീവിതത്തിൽ ഇസ്സത്തോടെ മറുപടി കൊടുക്കുന്ന ആൺകുട്ടിയായി ജീവിച്ച് പെൺകുട്ടിയായി ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. മറുപടി കൊടുക്കുന്നവരുടെ സന്തോഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. മറുപടി കൊടുക്കാത്തവരുടെ രംഗമാണ് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണുനീർ തൂകിക്കൊണ്ട് പറഞ്ഞത്. നിങ്ങൾ പറയും, ഇപ്പൊ നമുക്ക് എന്തായാലും ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റും. നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കും എന്നൊരു തോന്നലുണ്ടാകും. ആ തോന്നൽ തന്നെ തരുന്നത് പിശാചാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പേടിയായിരുന്നു, പിന്നെയാണോ പാവപ്പെട്ട നമ്മൾ? ആ തോന്നല് അള്ളാഹു റബ്ബ് മുഹമ്മദിന് നമ്മുടെ നബിയാണ്, ഖുർആൻ നമ്മുടെ ഇമാമാണ് എന്നൊക്കെ പറയാൻ ഉസ്താദെ 2ാം ക്ലാസ് മുതൽ മദ്രസയിൽ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്നത്. അതവിടെ കഴിയില്ല. ഖബറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഖബറിന്റെ മണ്ണിനടിയിൽ ഇത്രത്തോളം ആഴത്തിലേക്ക് ഈ പ്രസംഗപീഠത്തിന്റെ ഒരു ആഴം നിങ്ങൾ മനസ്സിൽ സംഘടിപ്പിക്കുക. എന്നിട്ട് ആ ഖബറിന്റെ ആഴത്തിലേക്ക് നമ്മുടെ മയ്യത്തിറക്കി വെച്ചാൽ, പുള്ളക്കുഴി എന്ന് പറയുന്ന ഒരു കുഴിയുണ്ട്. വിശാലമായ ഖബറിന്റെ അകത്തളത്തൊരു ചെറിയ കുഴി, അതിന്റെ അകത്താണ് മയ്യത്തിനെ വെക്കുക. വെളിയിൽ നിന്ന് കാണുന്ന വിശാലത ഖബറിന്റെ അകത്തില്ല. അതിന്റെ അകത്ത് വേറെ ചെറിയ കുഴിയുണ്ട്, അതിനകത്താണ് മയ്യത്തിനിറക്കി വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഉയരം വേറെയുണ്ട്. നമ്മളൊരു ഖബറിന്റെ ഏറ്റവും താഴെ തട്ടിലാണെങ്കിൽ, ഇപ്പോ ഈ സ്റ്റേജിന്റെ ഏറ്റവും അടിയിലാണ് ഖബറിന്റെ താഴ്ഭാഗം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ ഒരു മയ്യത്തിനെ കിടത്തിയിട്ട് അതിന്റെ ഈ സ്റ്റേജിന്റെ മുകൾ ഭാഗമാണ് പുള്ളക്കുഴിയുടെ പൂർണ്ണത. അവിടെ നിന്ന് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലത്ത് വീണ്ടും മണ്ണിടണം, എങ്കിലേ ഭൂമിയുടെ മുകൾ ഭാഗമാവുള്ളൂ.
അപ്പോ ഏറ്റവും അടിത്തട്ടിൽ വെച്ച് ചെറിയ കുഴിയുടെ മുകളിൽ പിന്നെ പലക നിരത്തുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരും ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നൊരു പ്രിയ സഹോദരൻ മരണപ്പെട്ടു പോയി. പ്രായം വളരെ കുറവാണ്, യുവത്വമാണ്. അള്ളാഹു ആ പൊന്നുമോന്റെ ഖബർ ജീവിതം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആ സഹോദരന്റെ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു സഹനശേഷിയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര മരണങ്ങൾ നമ്മൾ ആലോചിക്കില്ല, നമ്മൾ ചിന്തിക്കില്ല. ഈ പ്രിയ മയ്യത്തിനെ ഖബറിന്റെ അകത്ത് വെച്ച് അതിന്റെ മുകളിൽ പിന്നെ പലക കൊണ്ടുവരാൻ പറയും. ഖബർ വെട്ടിയവർ ഇറങ്ങി മയ്യത്തിനെ ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ചവിട്ടി നിൽക്കും. ഖബറിന്റെ മുകൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന തട്ടുപോലെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചവിട്ടി നിൽക്കും. എന്നിട്ട് പറയും പലക കൊണ്ടുവരാൻ പറയും. ഒന്നാമത്തെ പലക കൊണ്ടുവെക്കും, രണ്ടാമത്തെ പലക കൊണ്ടുവെക്കും. അപ്പൊ ഖബറിന്റെ അകത്ത് ഇരുളായി തുടങ്ങും. പിന്നെ സൂര്യപ്രകാശം അകത്തേക്ക് വന്നുകൊണ്ടിരിക്കാൻ 5 പലകയുടെ അളവ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ പലക കൊണ്ടുവെക്കും, അത് കറക്റ്റാണോ എന്ന് നോക്കും. അടുത്തത് കൊണ്ടുവരും, അത് കറക്റ്റാണോ എന്ന് നോക്കും. അങ്ങനെ വെച്ച് വരുമ്പോ ഇനി ഒരു 2 പലക കൂടി വെക്കുമ്പോ ഖബറിന്റെ അകത്ത് പിന്നെ ആകെ ഇരുളാണ്. പിന്നെ നിനക്ക് ഈ ദുനിയാവിന്റെ പ്രകാശം പിന്നെ നിനക്ക് കാണാൻ പറ്റൂല, പിന്നെ നിനക്ക് കാണാൻ കഴിയൂല. സഹോദരിമാര് ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? രാത്രി കിടക്കുമ്പോഴൊക്കെ ആലോചിക്കണം, ഞെട്ടി ഉണർന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, യാസീൻ ഓതിയിട്ട് ഒറ്റയ്ക്ക് അല്ലാഹുവിനോട് കൈയുയർത്തിയിട്ട് ദുആരക്കണം. ചിരിയും കളിയും തമാശയുമായി എന്റെ ദുനിയാവ് തീരുന്നു റബ്ബേ. എന്നോടൊപ്പമുള്ളവരാരും എന്റെ ഖബറിന്റെ അകത്ത് കാണൂല, ഞാൻ ഒറ്റയ്ക്കാ. പോയവരൊക്കെ അങ്ങനെയാ പോയത്. എന്തൊക്കെ ബഹളങ്ങളും ആരവങ്ങളുമായിരുന്നു. പോയവർ ഒറ്റയ്ക്ക് പോയി. കൂടെ നിന്നവരില്ല, തോളത്ത് കൈയിട്ടവരില്ല, മതിൽ ചാടിയവരില്ല, ലൈറ്റ് അടിച്ചവരില്ല, കുറ്റപ്പെടുത്തിയവരില്ല. ഒറ്റയ്ക്ക് അവൻ മാത്രം, അവൾ മാത്രം. അവസാന പലക വെച്ചിട്ട് ഖബറിന്റെ മുകളിൽ നിൽക്കുന്നവർ നോക്കും, എവിടെയെങ്കിലും ഈ പലകയിൽ വിടവുകൾ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവിടെ പുല്ല് കൊണ്ടുവന്ന്, ഇലയും പുല്ലൊക്കെ കൊണ്ടുവന്ന് അതുകൂടി മറച്ച് എന്തെങ്കിലും ഒരു നേരിയ പ്രകാശം ഖബറിന്റെ അകത്തുണ്ടോ അതുവരെ അടച്ചിട്ടാണ് പിന്നെ അതിന്റെ മുകളിൽ ഇത്രയും ഉയരത്തിൽ മണ്ണുകൂടി വാരിയിടും. നിന്റെ മക്കൾ കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റോ? നിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റോ? തൃശൂർ ജില്ലയുടെ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അത്ഭുതം നടന്ന വിവരമറിഞ്ഞത്. ഒരു സഹോദരൻ വന്നു പറയുന്നു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചപ്പോൾ എന്റെ ഉമ്മ മയ്യത്ത് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. എന്റെ ഉപ്പാനെ, എന്റെ ഇക്കാനെ കൊണ്ടുപോവല്ലേ എന്ന് വെറുതെ വിളിച്ചതല്ല സംഭ്രമത്തുകാരിയായ പെങ്ങളെ, വെറുതെ വിളിച്ചതല്ല തുളുക്കുടിയിലെ പെങ്ങളെ. പിന്നെ യഥാർത്ഥമായി വിളിച്ചു പറഞ്ഞതാണ്, എന്റെ പ്രിയതമനെ കൊണ്ടുപോകാനാ സമ്മതിക്കൂല. ഭർത്താവിന്റെ 2 കാലിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. കുളിപ്പിച്ചു കൊണ്ടുവന്ന് പൊതിഞ്ഞു കിടത്തിയിട്ട് പള്ളിയിൽ നിന്ന് ആള് വന്ന് സന്തൂക്കിലേക്ക് മയ്യത്തെടുക്കാൻ പോകുമ്പോ ഇല്ല, എന്റെ പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തിരുന്ന് ആളിലേക്ക് പുറത്തേക്ക് ചാടി വന്നിട്ട് പ്രിയതമന്റെ കാലിൽ ഇങ്ങനെ വാരിപ്പുണരുകയാണ്. കുടുംബക്കാര് ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടും വിടുന്നില്ല. ഒന്നുകിൽ എന്നെ കൊണ്ടുപോയി ജീവനോടെ ഭർത്താവിന്റെ കുഴിയിലിറക്കുക, ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ വീട്ടിന്റെ അകത്തിരുന്ന് പൊടുത്തു നാറിപ്പോയാലും ഞാൻ എന്റെ പ്രിയതമനെ വിട്ടുതരൂല്ല. എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടി ജീവിച്ച, എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച പ്രിയപ്പെട്ടവനെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പള്ളിക്കാടാകുന്ന ഖബറിന്റെ ഉള്ളറയിലേക്ക് പറഞ്ഞു വിടുക? അതുകൊണ്ട് ഒരിക്കലും ഞാനത് അനുവദിക്കൂലെന്ന് പറഞ്ഞ് ഉപ്പാന്റെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഉമ്മായെ ആ കുടുംബത്തിലെ മൂത്ത മകൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തി. അല്ലാഹുവേ, മയക്ക് ഇഞ്ചക്ഷൻ എടുത്ത് മയക്ക് കിടത്തിയിട്ടാണ് വാപ്പാടെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയതെങ്കിൽ ആലോചിക്കും മുസ്ലിങ്ങളെ, ആ ഒരു സ്നേഹം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര സ്നേഹമുണ്ടെങ്കിലും മുറിയുകയാണ്, എത്ര ബന്ധമുണ്ടെങ്കിലും മുറിയുകയാണ്. ഇന്ന് മരണപ്പെട്ടു പോയ സഹോദരൻ എത്രയോ കൂട്ടുകാരുണ്ട്, അവനെത്രയോ സുഹൃത്തുക്കളുണ്ട്, അവനെത്രയോ സഹോദരങ്ങളുണ്ട്. ആരാണ് മോരെ കൂടെ പോയത്? ആരാണ് ചെറുപ്പക്കാരാ കൂടെ പോയത്? ഞാൻ KMYF-ന്റെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പരിപാടിയായി കൊല്ലം ബീച്ച് ജനസാഗരമായി മദീനയിലേക്ക് മനസ്സിനെ പറന്നുവിട്ട രാത്രിയിൽ അവിടെ ദുആ ചെയ്യാൻ വേണ്ടി സംഘാടകർ ലിസ്റ്റ് തന്നല്ലോ. ഒറ്റ ദിവസം
കൊണ്ട് രോഗം വന്ന് വൈകുന്നേരം മരണപ്പെട്ടു പോയ 18-കാരിയായ പെൺകുട്ടിയെ കുറിച്ച് ദുആരക്കാൻ പറഞ്ഞു. ഞാൻ അന്വേഷണം നടത്തി. എങ്ങനെയാണ് ആ പെണ്ണ് മരിച്ചതെന്നറിയോ? ശരീരം മെലിഞ്ഞുണങ്ങിയിരുന്നു. അത് ശരീരം തടിക്കുന്നതിന് വേണ്ടിയിട്ട് ലേഹ്യം കഴിച്ചു. അതിനോടൊപ്പം ശാരീരികമായ മറ്റ് രോഗങ്ങൾ വന്നപ്പോ ഇംഗ്ലീഷ് മരുന്ന് കൂടി കഴിച്ചു. ആ ശരീരം 2 മരുന്നും കൂടി ചേർന്നില്ല. ശരീരത്തിന്റെ കവിള് വീർത്തു വന്നു. ശരീരത്തിന്റെ ഓരോ ഭാഗം വീർത്തു വന്നു. പച്ചയ്ക്ക് ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞു പോയി. അല്ലാ, മെഡിക്കൽ കോളേജിലേക്ക് ബന്ധുക്കൾ കൊണ്ടുപോടുകയാണ്. എത്ര ചികിത്സിച്ചിട്ടും അസുഖം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം 18 വയസ്സുള്ള പൊന്നുമോള് മരണപ്പെടുകയാ. കൊണ്ടുവന്നടക്കുകയാ. ഒറ്റ ദിവസം കൊണ്ട് 18-കാരിയുടെ ജീവിതം തീരുകയാണ്. നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാറ് ചുണ്ടു ചുമപ്പിക്കുന്ന സംഭ്രമത്തെ +2 പഠിക്കുന്ന പെണ്ണ്, SSLCക്ക് പഠിക്കുന്ന പെണ്ണ്, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോള്, ഒരു ദിവസം വേണ്ട മോള്, 1 മണിക്കൂർ വേണ്ട പൊന്നുമോള്, 1 നിമിഷം വേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. 6 മണ്ണിന്റെ ഉള്ളറയിലേക്ക് നമ്മുടെ ശരീരത്തെ അല്ലാഹു പടച്ചതമ്പുരാ കൊണ്ടെത്തിക്കാൻ ഒരുപാട് സമയം വേണ്ട സഹോദരാ. അതുകൊണ്ട് ചിന്തിച്ചു കൊള്ളുക, അതുകൊണ്ട് ആലോചിച്ചു കൊള്ളുക. നിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? ഇതുവരെ നീ ജീവിച്ച നിന്റെ സാഹചര്യം വെച്ച് കഴിയുമെന്ന് നീ ഇവിടെ ഇരുന്ന് സ്വയം ആലോചിച്ച് അള്ളാഹുവിനോട് തീരുമാനം പറയണം. പരസ്പരം അടുത്തിരിക്കുന്നവരോട് പറയണ്ട, ആരോടും പറയണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾ സ്വയം തീരുമാനിക്കണം. അള്ളാഹുവെ, ഞാൻ മരിച്ച് ഖബറിന്റെ അകത്തിന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ അല്ലാഹ് ഈ ചോദ്യത്തിന്? അല്ലാഹു തആല മറുപടി പറയാനുള്ള തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ. എളുപ്പമുള്ള 3 വഴികൾ ഞാൻ അവസാനം പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് തീരുമാനമെടുക്കണം. ഇത് നിഷ്പക്ഷമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. നിഷ്പക്ഷമായിട്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, എനിക്കൊരുപാട് വർഷങ്ങളോളം ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച വീട്ടിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി, സംഭ്രമത്തെ ഒരു പ്രിയപ്പെട്ട പെങ്ങള് ഇന്നും രോഗിയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാ മജ്‌ലിസിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കുന്നത്, അല്ലാഹു അവിടെ നിന്ന് കഴിച്ച ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമെങ്കിലും ഒരു നേരിയ വേദനയെങ്കിലും മാറ്റി കൊടുക്കണമെന്ന് കൽബുന്നും ദുആരക്കുന്നത് എന്റെ പെങ്ങളെ പോലെ കണ്ടുകൊണ്ടാണ്. നിങ്ങളോട് ആരോടും വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എന്റെ സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടണം. നിങ്ങൾ രക്ഷപ്പെട്ടാൽ, നരകത്തിലാണെങ്കിൽ എന്നെ പിടിച്ചു കയറ്റാൻ, നിങ്ങൾ നരകത്തിലായാൽ നിങ്ങളെ പിടിച്ചു കയറ്റാൻ ഒരു വലിയ ബന്ധം ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ സംഭ്രമം മുസ്ലിം ജമാഅത്തിന്റെ വളർച്ച എവിടെ എത്തും, അതിന്റെ പരിസരത്തുള്ള ദീനിന്റെ വളർച്ച എവിടെ എത്തും, നിങ്ങളൊന്ന് ആലോചിക്കണം. ചിന്ന ഭിന്നമായി തകർന്നടിഞ്ഞു പോയാൽ അവിടെയും ഇവിടെയും കിടന്ന് നിങ്ങൾ ഓർത്തു നോക്കിയേ. 10-20 പേർക്ക് 1500 രൂപ വെച്ച് ഇവിടെ കൊടുക്കുമ്പോ ഈ മഹലിന്റെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നിരുന്നു എങ്കിൽ ഈ 1500 15,000 രൂപ വെച്ച് കൊടുക്കാൻ കഴിയുമായിരുന്നു. അവര് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാനുള്ള മാരക രോഗത്തെ അല്ലാഹു മാറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, അവരൊരു അൽഹംദുലില്ലാ പറഞ്ഞാൽ, ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് കണ്ടു, 40 വയസ്സുകാരിയായ ക്യാൻസർ രോഗി കണ്ടാൽ 90 വയസ്സ് തോന്നിപ്പിക്കും. കണ്ണു കുഴിഞ്ഞുപോയി, ശരീരം മെലിഞ്ഞുണങ്ങിപ്പോയി, മരുന്ന് കഴിച്ച് അല്ലാഹുവെ വിളറി വെളുത്തുപോയ ശരീരം. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ചാട്ടവും ഒരു രോഗം തരുമ്പോ കഴിയൂലേ? എല്ലാ ചാട്ടവും കഴിയൂലേ? വീടിന്റെ ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കി നമ്മളെ കിടത്തിയാൽ കൂടെ നിന്നവരും ഫസാദ് പറഞ്ഞവരും ഈബത്ത് പറഞ്ഞവരും ആരുമില്ല. പിന്നെ ഒറ്റയ്ക്ക് നീയും നിന്റെ പ്രവർത്തനങ്ങളും, നിന്നോടൊപ്പം നിന്ന കൂട്ടുകാർ പോലും എല്ലാ ദിവസവും നിന്നെ കാണാൻ വരൂല. ആദ്യം ഒരു ആവേശം കൊണ്ടുവരും, 10 ദിവസം കഴിയുമ്പോൾ അവരൊക്കെ മറക്കും. പിന്നെ നിന്റെ ഭാര്യയും മക്കളും ഉമ്മയും ഉപ്പയും പോലും വീട്ടിനകത്തിട്ട് കാഷ്ടം ചവിട്ടുന്ന പോലെ ചവിട്ടിത്തേക്കുമ്പോഴാ അള്ളാഹു തന്ന ആരോഗ്യത്തിന്റെ വില നീ അറിയുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മറുപടി കൊടുക്കാൻ, ഖബർ ജീവിതത്തിൽ മറുപടി കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇവിടെ മനഃപ്പാഠമാക്കിയത് കൊണ്ട് കഴിയില്ല. പിന്നെയോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ലോകത്തിരുന്ന് വിട പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാർ ഇതുപോലെ ഖുർആൻ ആയത്ത് ഓതിയത് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കേട്ടുപോയെന്ന് അത്ഭുതത്തോടെ ചരിത്രം പറയുകയാണ്. മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന മഹദികളാകാൻ എന്ത് സംഭ്രമത്തുള്ള പെങ്ങളെ നിനക്ക് കഴിയോ? സമാധാനം പ്രാപിച്ച ആത്മാവുകളെ നിങ്ങൾ കടന്നു വന്നുകൊള്ളുക. നിങ്ങളെ സ്വീകരിക്കാൻ അല്ലാഹു സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നവർക്കാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയണമെങ്കിൽ ഇന്ന് നേരം പുറന്നിട്ട് എത്രയോ, ഇന്ന് 5 വഖത്ത് നിസ്കാരത്തിൽ എത്ര വഖത്ത് നിസ്കാരം നിങ്ങളെ കളാക്കി. ഒറ്റ ദിവസത്തെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാ മതി. ഇന്നലത്തെ കണക്ക് നോക്കണ്ട, അതിനു മുമ്പുള്ള കണക്ക് നോക്കണ്ട. അല്ലാഹുവേ, ആ പടച്ച റബ്ബിനെ കുറിച്ച് റബ്ബാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പോട്ടെ, അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാ നമുക്ക് തന്നത്. ഓർമ്മ വെച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാഹ്, എനിക്ക് ആരോഗ്യം തന്നല്ലോ അല്ലാ, എനിക്ക് ആഫിയത്ത് തന്നല്ലോ അല്ലാ, എനിക്ക് പണം തന്നല്ലോ അല്ലാ. എന്റെ പ്രായത്തിലുള്ള എത്രയോ ചെറുപ്പക്കാര് മാരക രോഗം ബാധിച്ചു കിടക്കുകയാണ്. അതിൽ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ എത്ര ചെറുപ്പക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പടച്ചവനെ കുറിച്ച് നിന്റെ റബ്ബാണെന്ന് ഖബറിന്റെ കത്ത് പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് കഴിയോ? ഈ വാതിന് വന്നിരിക്കുമ്പോ തലയുടെ ഒരു മുടി പോലും പുറത്ത് കാണിക്കാതെ തലമറച്ച പെങ്ങള്, പറുതയിട്ട പെങ്ങള്, കണ്ണീര് തൂങ്ങിക്കൊണ്ടിരിക്കുന്ന പെങ്ങള്, കടയ്ക്കലൊരു കല്യാണം വന്നാ നിന്റെ കോലം എങ്ങനെയാ? കിളിമാനൂരൊരു കല്യാണം വന്നാ നിന്റെ കോലം എങ്ങനെയാ? ഈ ഒരു പവിറയും തക്കവയും എല്ലാം അന്ന് എവിടെ പോകുന്ന പെങ്ങള്? മോഡൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഉള്ളും പുറവും മറ്റു പുരുഷന്മാര് ശ്രദ്ധിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലാഹു മജ്ലിസിൽ മാത്രമാണെന്ന് കരുതി പോര മടയികളായി അതപ്പതിക്കല്ല പെങ്ങളെ. അങ്ങനെ നടന്നു പോകുന്ന വഴിത്താരയിൽ പിശാച് നിന്നെ ശപിക്കുമ്പോ, അള്ളാന്റെ ശാപമിറങ്ങുമ്പോ, എന്റെ പെങ്ങളെ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാ. എന്റെ പൊന്നുമോളെ, നിന്നെ കൊണ്ട് കഴിയുമോ? അവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ നിന്നങ്ങോട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽ ഖബറു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സ്വീകരണ സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലമാണ് ഖബർ. ആഖിറത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഒന്നാമത്തെ സ്വീകരണ സ്ഥലം. അവിടെ കൊണ്ടുവച്ച് എല്ലാവരും പിരിയും. അവിടെ നിന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് അവിടുത്തെ യാത്ര പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു അത്ഭുതകരമായ ഹദീസ് നിങ്ങൾക്ക് കേൾക്കണം. സഹാബികളിൽ പലരും നെഞ്ചത്തടിച്ചു പോയ, അത്ഭുതപ്പെട്ടു പോയ, വളരെ ഗൗരവമുള്ള വാക്കുകൾ കൊണ്ട് ഖബർ ജീവിതത്തിന്റെ അത്ഭുതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. എന്തൊരു അത്ഭുതമെന്നറിയോ, എന്തൊരു അത്ഭുതമെന്നറിയോ? ഞാൻ എപ്പോഴും ഓർത്തു പോകും, ഞാനിവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ മുഅദ്ദീനായി സേവനം ചെയ്ത അബ്ദുൽ ഖാദർ സാഹിബിനെ കുറിച്ച് മറക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പഠിച്ച സമയം മുഴുവനും അദ്ദേഹമായിരുന്നു പള്ളിയുടെ മുഅദ്ദീൻ. അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും അധികം, എന്റെ ഉസ്താദ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ ബന്ധപ്പെട്ടിരുന്നത് ആ പ്രിയപ്പെട്ട ഉപ്പയുമായിട്ടായിരുന്നു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്കൊന്നുമല്ലെങ്കിലും എന്തൊക്കെ ദുനിയാവിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ പള്ളിയുടെ ബറക്കത്തും പൊരുത്തവും ദുആയും കൊണ്ട് അതൊക്കെ അള്ളാഹു മാറ്റി നല്ലൊരു ജീവിതം ചിലപ്പോൾ കൊടുക്കും. നമുക്കൊന്നും എടുത്തു കാണിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരൊന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ല. എന്തുണ്ട് നിങ്ങൾ കാണിച്ചു നോക്കി. ഇന്നൊരു സഹോദരൻ ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഒരു ഉസ്താദിന്റെ ഫോട്ടോയാണ്. അത്തിപ്പറ്റ ഉസ്താദാണ്, വടക്കു ഭാഗത്തുള്ള വളരെ അറിയപ്പെട്ട മഹാനുഭാവനായ പണ്ഡിതൻ. നിലത്തിരിക്കാണ്, എവിടെയോ ഒരു റോഡിൽ ഇരിക്കാണ്, ഷാള് വിരിച്ചിട്ട് നിസ്കരിക്കുന്ന ഒരു ഫോട്ടോ. അള്ളാഹുവെ, ആ മുഖവും ആ ശരീരവും ആ ഭവ്യതയും ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എന്റെ സഹോദരങ്ങളെ വെറും വട്ടപൂജ്യമാണ്. നമ്മളൊക്കെ വെറും വട്ടപൂജ്യമാണ്. ഇവരൊക്കെ ഈ ഇരിക്കുന്ന സലീം ഉസ്താദും അൻവർ ഉസ്താദും ഒക്കെ എന്തായാലും രക്ഷപ്പെടും. കാരണം എന്താണെന്നറിയോ? അവരുടെ ഉള്ളിലൊന്നും ഞാൻ വലിയ അറിവുണ്ടെന്നൊന്നും പറയില്ല. എന്റെ ഉസ്താദിന് ഞാൻ വലിയ അറിവുണ്ടെന്ന് പറയില്ല, സലീം ഉസ്താദിനും വലിയ അറിവുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്ക് പഠിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞില്ലെങ്കിലും അവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കിംവദന്തികൾ നാട്ടിൽ പരക്കുന്നത്. അതങ്ങനെ ഉണ്ടാവുള്ളൂ. രക്ഷപ്പെടും, അത് ഉറപ്പാണ്.
രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ളവരെ അള്ളാഹു വളർത്തുമാറാകട്ടെ. ഞാൻ എപ്പോഴും ദ്വാരക്കുന്നത്, ഞാൻ ആദ്യം ദ്വാരക്കുന്നത് എന്റെ എതിരാളികൾക്ക് വേണ്ടി. ഒരുപക്ഷെ അടുത്ത വർഷം എനിക്ക് നോട്ടീസിന് പകരം ചിലപ്പോൾ കാസറ്റ് എന്ന് ഇറങ്ങുമായിരിക്കും. അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല, കാസർഗോഡ് ഇങ്ങോട്ട് മൊത്തം ഇറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറയുന്നു, അത് നമ്മുടെ ഒരു ബലമാണ്, അതൊരു ബലമാണ്. ആരും ഒന്നും പറയാനില്ലെങ്കിൽ നമ്മളെപ്പോലെ മിടുക്കന്മാർ പിന്നെ ലോകത്ത് വേറെ ആരാളുള്ളത്? ആരും ഒന്നും. KMYF സുന്നത്ത് ജമാഅത്ത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രചരണം നടന്നു. ഇന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസ് നടന്നത് ഫെബ്രുവരി 25-ാം തീയതി കൊല്ലം കടപ്പുറത്താണ്. അതിന്റെ സാരഥികളാരാ? KMYFന്റെ ചുണക്കുട്ടന്മാരാ. ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയ അത്രയും ജനങ്ങൾ, എത്രയോ പ്രവാചകരുടെ മദ്ഹുകൾ പാടി പ്രഭാഷണങ്ങൾ കൊല്ലത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും അധികം ജനസാഗരം വന്നത് ഈ മജ്‌ലിസിനായിരുന്നു. അപ്പോ അവര് പിന്നെ അത് സുന്നത്ത് ജമാഅത്തല്ലേ? ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി നിലകൊള്ളാൻ, കരുത്തരായി നിലകൊള്ളാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയോ ഗുരുനാഥന്മാർ ഇപ്പോ തിരുവനന്തപുരം കോയ ഉസ്താദ് സുഖമില്ലാതെ കിടക്കുന്നു. ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ അബ്ദുൽ അസീസ് ഉസ്താദ് സുഖമില്ലാതെ കിടക്കുന്നു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ. നമുക്കൊന്ന് നമ്മുടെ കയ്യിൽ എടുത്തു കാണിക്കാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവർ. അവരൊക്കെ ഒരുപാട് ദീനിനു വേണ്ടി ചെയ്തു പോയവരാണ്. എന്തെങ്കിലുമൊക്കെ ഖബറിന്റെ അകത്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുക. വ്യക്തിപരമായി പരിശോധിച്ചു നോക്കുക. അല്ലാഹു എന്തുണ്ട്? 15 വയസ്സ് മുതൽ എന്റെ നിസ്കാരങ്ങൾ, എന്റെ ദീനീ പ്രവർത്തനങ്ങൾ, എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര സുബ്ഹാനല്ലാഹ്, എത്ര സ്വദഖ, എത്ര സുജൂദ് എന്റെ നാവ് കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട് അല്ലാഹുവിനെ സമർപ്പിച്ചു എന്ന് വ്യക്തിപരമായി നിങ്ങൾ ഒറ്റയ്ക്ക്, അടുത്തിരിക്കുന്നവരെ കുറിച്ച് ഒറ്റയ്ക്ക് 15 വയസ്സായോ 20 വയസ്സായോ 30 വയസ്സായോ 50 വയസ്സായോ സഹോദരിമാരെ ആലോചിച്ച് നോക്കുക. ഇന്നാലോചിച്ചാൽ അല്ലാഹുവേ അതിനൊരു 0 മാർക്കിന്റെ മറുപടിയാണ് വരുന്നതെങ്കിൽ പറഞ്ഞത്, ഖബറിന്റെ അകത്ത് യാതൊരുവിധ തകരാറും ഏൽക്കാതിരിക്കുന്ന ഒരു മയ്യത്ത് മാത്ത ഷഹീദായി മരിച്ചാൽ പിന്നെ അവന് ഖബറിന്റെ അകത്തൊന്നും പേടിക്കാനില്ല. കുട്ടിയാകാൻ മറ്റൊരു വ്യക്തിത്വമാകാൻ മനസ്സ് വെക്കുക. കഫാ ബിൽ മൗതി വഇലാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രവാസകൻ എന്ന് പറയുന്നത് മരണമാണ് മനുഷ്യനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. മരണമാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ടാണ് മയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് ഖബറിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറഞ്ഞു കൊടുത്തത്. മരണം ഒരു മനുഷ്യനെ വല്ലാതെ മാറ്റം വരുത്തുന്ന ഒരു പ്രമേയമായതുകൊണ്ട് തന്നെയാണ്. അങ്ങനാണെങ്കിൽ ഈ ഹദീസ് പഠിച്ചുകൊള്ളുക, ഈ അത്ഭുതത്തിന്റെ ഹദീസിനെ കുറിച്ച് ചിന്തിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ അൻതുദാഫനു ലദഉതുല്ലാഹ യസ്മഅകും അദാബൽ ഖബരി. തങ്ങൾ പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ, ഒന്നും കയ്യിലില്ലാത്ത നമ്മൾ എത്ര കരയണം, ഒന്നും കയ്യിലില്ലാത്ത നമ്മൾ എത്ര നിലവിളിക്കണം. മുത്തുതങ്ങൾ പറയുന്നു, ഒരു മയ്യത്തിനെ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നിങ്ങൾ അടക്കുകയില്ല എന്ന ഒരു ഭയം എന്റെ മനസ്സിന്റെ അകത്ത് ഇല്ലായിരുന്നു എങ്കിൽ ഖബറിന്റെ അദാബ് നിങ്ങളെ കൊണ്ട് കേൾപ്പിച്ചു തരണമെന്ന് അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു എന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറടക്കാൻ നിങ്ങൾ ഒരുങ്ങുകയില്ല എന്ന ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ദുആ ചെയ്യാത്തത്? ഖബറിന്റെ ശിക്ഷ ഇവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്തത്. നബിതങ്ങൾ ദുആരെന്നാ നമ്മൾ കേൾക്കും. ഞങ്ങളുടെ ഉപ്പയെ കൊണ്ടുവന്ന് ഖബറടക്ക ഇട്ട് തിരിച്ചു വരുമ്പോ ഉപ്പ ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കും, പോകല്ലേ മോനെ, നിനക്ക് വേണ്ടി മുണ്ടു മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന്, നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നെറ്റോട്ടമോടിയ, നിന്നെയും കൊണ്ട് രാപകലില്ലാതെ മരുന്നും മന്ത്രവുമായി ഉറക്കമഴിഞ്ഞ വാപ്പാന്റെ ശരീരം നരകത്തി കൊണ്ട് നിറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഒരു വാപ്പ നിലവിളിക്കുന്നത് ഖബറിന്റെ മുകൾ ഭാഗത്തുള്ളവർ കേട്ടാൽ പിന്നെ ഒരാളെയും സംഭ്രമം പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് നടക്കൂല. എല്ലാവരും മുകളിൽ വെച്ചിട്ട് കപ്പിച്ച് കരിച്ചു കളയും, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കും. ഖബറിന്റെ അകത്ത് കൊണ്ടുവന്ന് നടക്കൂല, ഒരാളെയും കൊണ്ടുവന്ന് നടക്കൂല. ഇങ്ങനെ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ദുആ ചെയ്യാത്തതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പായും ആദാബിനെ നമ്മൾ കേൾക്കും, ഉറപ്പായും കേൾക്കും.
ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്നറിയോ? നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾ, പറന്നു പോകുന്ന പറവകൾ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖബറിന്റെ മുകൾ ഭാഗത്ത് നായയും പൂച്ചയും ഒക്കെ വളരെ കുറച്ച് സമയം മാത്രമേ വന്ന് നിൽക്കുള്ളൂ. നിങ്ങളൊരു പൂച്ചയെ പിടിച്ച് സംഭ്രമം പള്ളിയുടെ ഖബർസ്ഥാനം കൊണ്ടാക്കി നോക്കി. 5 മിനിറ്റിൽ കൂടുതൽ ആ പൂച്ച അവിടെ നിന്നാൽ ഖബറിന്റെ അകത്ത് അദാബില്ല, സംഭ്രമത്തെ അടക്കിയിരിക്കുന്നത് മുഴുവൻ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു പൂച്ചയെ നിങ്ങൾ പള്ളിപ്പറമ്പിൽ കൊണ്ടാക്കി, അല്ലാഹുവേ, ഒരു ഖബറിന്റെ മുകളിൽ നിന്ന് അടുത്ത ഖബറിലേക്ക് ചാടും. എന്തോ കണ്ട് വെപ്രാളപ്പെട്ടതുപോലെ, എന്തോ കേട്ട് ഭയപ്പെട്ടതുപോലെ ആ പൂച്ച, ആ നായ, ആ ജീവി ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഓടി രക്ഷപ്പെടും. എന്തുകൊണ്ട്? നമുക്ക് കേൾക്കാൻ കഴിയാത്ത ഖബറിന്റെ അദാബ് ആ ജീവജാലങ്ങൾക്ക് കേൾക്കാൻ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയില്ല. നാം വെള്ളിയാഴ്ച പോകുമ്പോൾ പഴയ കാലത്തൊക്കെ സംഭ്രമം മുസ്ലിം ജമാഅത്തിൽ ഒരു പതിവുണ്ട്. പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉപ്പാന്റെയും ഉമ്മാന്റെയും മരണപ്പെട്ടു പോയ കുടുംബക്കാരുടെയും ഖബറിന്റെ അടുത്ത് പോയി ദുആരക്കുന്ന ഒരു പതിവ്. ഇപ്പോഴതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഉണ്ടാവട്ടെ, ഇനി ഉണ്ടാവണം. തളർന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾ എത്ര പേരെ മറക്കും? ഞാൻ ഇവിടെ പഠിച്ചിരുന്ന പോലെ അടക്കിയ ഒരുപാട് പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ മുക്കുന്നത്തെ നൂകണ്ടുപ്പാപ്പ ജുനൈദ് സാഹിബിനൊക്കെ നല്ലതുപോലെ അറിയാം. ഞാനുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അവരൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല സഹോദരങ്ങൾ. അവിടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്കൊക്കെ ഭക്ഷണം തന്ന എത്രയോ ആളുകൾ, കാണുമ്പോൾ ജുമഅക്ക് വന്നിരുന്നവർ, സലാം പറഞ്ഞിരുന്നവർ, ബന്ധം പുലർത്തിയിരുന്നവർ, എത്രയോ ഉപ്പമാർ, എത്രയോ ഉമ്മമാർ, എല്ലാവരും ഇന്ന് ഖബറിന്റെ അകത്താ. അവരുടെ ജീവിതം അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു അത്ഭുതകരമായ സംഭവം പഠിച്ചുകൊള്ളുക. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന അത്ഭുതകരമായ ഒരു സംഭവത്തിന്റെ സംഭ്രമത്തുകാരെ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളൊന്ന് മനസ്സിരുത്തിയിട്ട് ചിന്തിക്കുവോ? നമുക്ക് രക്ഷപ്പെടണം സഹോദരങ്ങളെ, രക്ഷപ്പെടണം. ആരും വരില്ല. കൂടെ ഒരാളും കടന്നു വരൂല, കൂടെ ഒരാളും ഇറങ്ങി വരൂല. ഒറ്റയ്ക്ക് മാത്രമാണ് രക്ഷപ്പെടണ്ടേ. ഇന്ന് മരിച്ചാൽ അവിടുന്ന് തുടങ്ങുകയാണ്, നാളെ മരിച്ചാൽ അവിടുന്ന് തുടങ്ങുകയാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കെപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടക്കുക എന്നത് വല്ലാത്ത സന്തോഷമാണ്. ഒരിക്കൽ ഞാൻ അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നു പോവുകയാണ്. അറിവുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. പക്ഷെ അറിവുള്ളവർ ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അറിവുള്ളവരെ പഴിചാരിയിട്ട് കുറ്റപ്പെടുത്തുമ്പോ മദ്രസയിൽ പഠിച്ച ബാലപാഠം വരെ മറന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് എങ്ങനെ ചെന്നിരിക്കുമെന്ന ചിന്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മറന്നു പോകണ്ട. അലി റളിയല്ലാഹു അൻഹു ആരാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ആ പട്ടണത്തിലേക്ക് കടന്നു വരുന്ന കവാടമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അത്രത്തോളം അറിവുണ്ടായിരുന്ന സൂഫി നവോമണ്ഡലത്തിലെ ചങ്ങലകളുടെ ഇൽമുകളെല്ലാം ചെന്നെത്തുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിലേക്കാണ്. ഏത് സൂഫിയാക്കളുടെ ഇൽമും ചെന്നെത്തുന്നത് അലിയാരിതങ്ങളിലാ. അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യം കടന്നെത്തുന്ന മാധുര്യമേ അലി റളിയല്ലാഹു തആല അൻഹു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അലിയാരിതങ്ങളുടെ കൂടെ നടക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യം ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാ. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ വല്ലാതെ ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിന്റെ ഭാഗത്ത് കൂടെയാ നടന്നു പോകുന്നത്. കുറെ സഹോദരങ്ങളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന, കുറെ സഹോദരങ്ങളെ കബറടക്കിയിരിക്കുന്ന ഖബറിന്റെ ഭാഗത്തിലൂടെയാ നടന്നു പോയത്. അങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഖബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നമുക്ക് ഈ ഖബറാളിയോടൊന്ന് സംസാരിച്ചാലോ, നമുക്ക് ഈ ഖബറാളിയോടൊന്ന് സംസാരിച്ചാലോ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൈകാലുകൾ വിറച്ചു പോയി. ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? പിന്നെ മരിച്ചുപോയ ഒരു മയ്യത്തിനോട്, മരിച്ചുപോയ ഖബറാളിയോട്, അടക്കപ്പെട്ടു പോയ ഖബറാളിയോട് ഒന്ന് സംസാരിച്ചാലോ? അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമ്മതമാണ്. ആ മയ്യത്തിന്റെ വിശേഷങ്ങളൊന്ന് അന്വേഷിച്ചാലോ? അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടങ്ങനെ പറയിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അലി റളിയല്ലാഹു അൻഹു
പറഞ്ഞ് ദുആ ചെയ്തിട്ട് റബ്ബേ എനിക്ക് ഈ കബറാളിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ സംസാരിക്കാ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേണ്ട സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിനെ സംശയിക്കുന്ന മനസ്സ് നമുക്ക് വേണ്ട. അവരൊക്കെ ഉന്നതന്മാരാണ്, അവരൊക്കെ നേട്ടങ്ങളുള്ളവരാണ്. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറക്ക് അവരൊക്കെ പുല്ലുപോലെ പഴിചാരാനുള്ള വസ്തുക്കളാണ്. എത്രയോ ആളുകൾ ഇമാമിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാ. ഷാഫി ഇമാമാരടാ, ഹനഫി ഇമാമാരടാ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി എന്തിനേറെ തലയിൽ കെട്ടുള്ളവരെ കണ്ടാൽ ചൊറിഞ്ഞുകൊണ്ടുവരുന്ന എത്രയോ ആളുകളുണ്ട്. പൊന്നുമോനെ, കിതാബിന്റെ ഉള്ളറയില് മനോഹരമായ അത്ഭുതങ്ങൾ കണ്ട് പൊട്ടിക്കരഞ്ഞു പോയവര്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് പറയുകയാണ്. നിങ്ങളിൽ പാവപ്പെട്ടവര്, നിങ്ങളിൽ ജാഹിലീങ്ങൾ ചെയ്യുന്ന തെറ്റിനേക്കാളും അറിവുള്ളവർ ചെയ്യുന്ന തെറ്റിന് 7 ഇരട്ടി ശിക്ഷയാണെന്ന് മറക്കണ്ട. അത് പഠിച്ച ഉസ്താദുമാരെ മുമ്പ് ഇരുത്തിയിട്ടാ പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, പേടിയുള്ളവർക്ക് ഹറാമുമായി ബന്ധപ്പെടാൻ കഴിയില്ല. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആ കബറാളിയോടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഭയന്നു പോയി. മരണപ്പെട്ടു പോയവരെ സ്വപ്നത്തിൽ കണ്ടാൽ പോലും നിങ്ങൾക്ക് പേടിയാവൂലേ? എന്റെ ഉപ്പായെ, എന്റെ കുടുംബത്തിൽ ഞാന്, എന്റെ പെങ്ങള്, എന്റെ ഇക്ക എല്ലാവരും സ്വപ്നം കണ്ടു. നല്ല റാഹത്തായ രീതിയിൽ സ്വപ്നം കണ്ടു. വളരെ സന്തോഷത്തിലാണ്. ഒരു ദിവസം കണ്ടത് അത്തർ കച്ചവടം നടത്തുന്നു വലിയ ഒരു പള്ളിയുടെ മുമ്പിലിരുന്നിട്ട്, വലിയ കമീസൊക്കെ ഇട്ടിട്ട്. എന്റെ ഉപ്പാക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാനുള്ള യോഗ്യതയൊന്നും അല്ലാഹു കൊടുത്തിട്ടില്ല. പക്ഷേ ഇൽമിന്റെ മജ്ലിസിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരുന്നതിന് പകരം മാത്രം അല്ലാഹു കൊടുത്ത വലിയ നേട്ടമാണ്. പിന്നെ ഒരിക്കൽ കണ്ടത് മിമ്പറിൽ നിന്നുകൊണ്ട് വലിയ കമീസൊക്കെ ഇട്ടുകൊണ്ട് എന്റെ പെങ്ങള് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ആ ഉപ്പായ ആ രീതിയിലാ കണ്ടത്. അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയവരുടെ സന്തോഷം കാണുമ്പോ, സ്വപ്നത്തിലോ മറ്റോ നമ്മൾ അറിയുമ്പോൾ മനസ്സിലോ വലിയ റാഹത്താണ്. പക്ഷെ മോശമായ ഒരു അവസ്ഥയാണ് കാണുന്നതെങ്കിൽ എത്രയോ സഹോദരിമാർ ജയന്ത് ചാനലിലെ പ്രോഗ്രാമിലൊക്കെ എഴുതി ചോദിക്കലുണ്ട്, ഉസ്താദെ ഉപ്പയുടെ ഖബർ കത്തുന്നതായിട്ട് കണ്ടു, ഉമ്മയുടെ ഖബറിന്റെ അകത്ത് പാമ്പുകൾ വന്ന് വരിഞ്ഞു മുറുക്കുന്നതായിട്ട് കണ്ടു, സ്വസ്ഥതയില്ല, പേടിയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുമല്ലോ. ഖബറാളി നമ്മളോട് സംസാരിക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സംഭ്രമം പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഖബറാളി മുമ്പിൽ വന്നിട്ട് പറയാൻ, എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച്. അങ്ങനെ നടക്കാൻ പോകുന്നില്ല, അങ്ങനെ നടക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു തആല നല്ല ഖബർ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തരുമാറാകട്ടെ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സമ്മതിച്ചു. ഖബറാളിയോടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹു ഒരു ഖബറിന്റെ മുമ്പ് പോയി ഇരുന്നു. 2 കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ഈ ഖബറാളിയോട് സലാം പറയുമ്പോൾ ഞാൻ കേൾക്കുന്ന രീതിയിൽ ആ ഖബറാളിക്ക് മടക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. എനിക്ക് ആ ഖബറാളിയോട് സംസാരിക്കണം അല്ലാ. ആരാ പറയുന്നത്? പ്രവാചകരുടെ പ്രിയപ്പെട്ട മരുമകൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സ്വന്തം അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവാണ്. ബഹുമാനപ്പെട്ടവര് ഖബറാളിയോട് സലാം പറയുകയാണ്. വഅലൈക്കുമുസ്സലാം. ഖബറാളി സലാം അടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ സലാം പറഞ്ഞപ്പോ മയ്യത്ത് സലാം അടക്കുകയാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ ആദ്യം നടന്ന സംഭവമാണ്, അത്ഭുതമാണ്. എന്റെ കൈകാലുകൾ വിറച്ചു പോയി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഖബറിന്റെ അകത്ത് മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് കൊണ്ടുവന്നടക്കിയ മനുഷ്യനാണ് സംസാരിക്കുന്നത്. ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ, എന്റെ തലച്ചോറ് തിളയ്ക്കുകയോ, എന്റെ കൈകാലുകൾ വിറച്ചു പോവുകയാ. അലി റളിയല്ലാഹു അൻഹു വീണ്ടും ആ ഖബറാളിയോട് ചോദിക്കുന്നു, വാ അഖ്ബറകും ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള നിങ്ങളുടെ ഖബറിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരുവോ? അലി റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നിങ്ങൾ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയാൻ വയ്യ. ഞങ്ങൾ കുളിപ്പിച്ചു പൊതിഞ്ഞുകൊണ്ട് വന്നടക്കി മണ്ണ് വാരിയിട്ടതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നിങ്ങളൊന്ന് പറഞ്ഞു തരുവോ? നിങ്ങളുടെ ഖബറിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരുവോ? ആ ഖബറിന്റെ രംഗങ്ങളൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഖബറാളി അലിയാർ തങ്ങളോട് തിരിച്ചു പറഞ്ഞിരുന്നെന്നറിയോ? വമാ അഖ്ബാറു അഹ്ലിനാ ബഅദ മൗതിനാ,
ഞങ്ങളുടെ വിശേഷം പറയുന്നതിന് മുമ്പ് ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ വിശേഷങ്ങളൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവേ, ഒരു മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ്? മണ്ണറയിൽ കൊണ്ടുവച്ചാലും ഭാര്യയെ മറക്കുന്നില്ല, മക്കളെ മറക്കുന്നില്ല, കുടുംബത്തെ മറക്കുന്നില്ല. ഞങ്ങൾ മരിച്ച് പള്ളിപ്പറമ്പിൽ കൊണ്ടുവച്ച് മണ്ണ് വാരിയിട്ടിട്ട് പിരിഞ്ഞു പോലെ മക്കളുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? എന്റെ കുടുംബത്തിന്റെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? അലി റളിയല്ലാഹു അൻഹുവരോട് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരു ഭർത്താവിനോടൊത്ത് സന്തോഷത്തോടെ കഴിയുകയാണ്. ഇന്നവൾക്ക് നിങ്ങളെ ഓർമ്മയില്ല, ഇന്നവൾക്ക് നിങ്ങളെ ഓർമ്മയില്ല. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സംരംഭത്തുകാരെ, ഭാര്യയെ മറക്കാതെ ജീവന്റെ ജീവനായി കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യയ്ക്ക് വേണ്ടി ഓടുമ്പോഴല്ലേ നിസ്കാരം പലപ്പോഴും മറന്നുപോയത്? കടല് കടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസ ജീവിതത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും മനസ്സിന്റെ കത്ത് നിറഞ്ഞു തുളുമ്പുമ്പോ നിസ്കാരം മറന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ? നിസ്കാരം മറന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ? ഇബാദത്ത് മറന്നത് പ്രിയതമയ്ക്ക് വേണ്ടിയല്ലേ? ഇന്നാ പ്രിയതമ നീ മരിച്ചതിന് ശേഷം നിന്നെ ഓർക്കുന്നില്ല. ഒരു വർഷം നിന്നെ ഓർമ്മിച്ചു, അത് കഴിഞ്ഞ് മറ്റൊരു ഭർത്താവിനെ കിട്ടിയപ്പോ ആ ജീവിതത്തിന്റെ രസവും ചൂടും സുഖവും ഒക്കെ അറിഞ്ഞപ്പോ ആദ്യ ഭർത്താവായ നിന്നെ മറന്നു പോയിരിക്കുകയാണ്. ആ കബറാളി പറയുന്നു, തങ്ങളെ ആര് മറന്നാലും എന്റെ മക്കൾ എന്നെ മറക്കൂല, എന്റെ ഭാര്യ മറക്കട്ടെ, എന്റെ കുടുംബക്കാര് മറക്കട്ടെ, എന്റെ മക്കൾക്ക് എന്നെ മറക്കാൻ കഴിയൂല. എത്ര കൊല്ലം ഞാൻ കബറിന്റെ കത്ത് വന്നിട്ട് എത്ര കൊല്ലം കിടിഞ്ഞാലും എന്റെ മക്കൾ എന്നെ മറക്കൂല. കാരണം എന്തെന്നറിയോ? ഞാൻ അവർക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടു പോയവരാണ്, ഞാൻ അവർക്ക് വേണ്ടി അത്രത്തോളം ത്യാഗം ചെയ്തു പോയവനാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ആ കബറാളിയോട്, മക്കളും മറന്നുപോയിരിക്കുന്നു. വാപ്പ വെച്ച വീടിന്റെ അകത്ത് മക്കള് സന്തോഷിച്ചാലും വാപ്പയെ മറക്കുകയാണ്. വാപ്പ കൊടുത്ത സമ്പാദ്യം മക്കള് ചിലവഴിക്കുമ്പോഴും വാപ്പയെ മറക്കുകയാണ്. എന്റെ സംരംഭത്ത് വന്നിരിക്കുന്ന ഉപ്പമാരെ, എന്റെ സംരംഭത്ത് വന്നിരിക്കുന്ന യുവാക്കളെ, നമ്മുടെ കബറിലേക്ക് പോയ ഉപ്പാക്ക് ഉമ്മാക്ക് നമ്മളല്ലാതെ ആരുമില്ല. ആരാണ് അവർക്ക് വേണ്ടി യാസീനോദുക? ആരാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക? ആരാണ് അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക? ആരാണ് അവർക്ക് വേണ്ടി പടച്ചവനോട് കൈയുയർത്തുക? നമ്മളല്ലാതെ ആരുമില്ല ചെറുപ്പക്കാരാ, നമ്മളല്ലാതെ ആരുമില്ല ഉമ്മ. നിന്റെ മക്കൾ നിന്നോടൊപ്പം ഖബർ ജീവിതത്തിന്റെ സങ്കടമോർത്തുകൊണ്ട് ദ്വാരക്ക് വന്ന് പറയാ നിനക്ക് ഉറപ്പുണ്ടോ? ഈ രണ്ട് ഹാഫിളീങ്ങളുടെ ഉപ്പമാരെ, ഉമ്മമാരെ, ആ രണ്ട് മക്കളെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സംരംഭത്തുകാരാണോ? രണ്ട് ഹാഫിളീങ്ങളും പറഞ്ഞ് ഞങ്ങൾ സംരംഭത്തുള്ളവരാണ്, ഞങ്ങൾ സംരംഭത്തുള്ളവരാണ്. അല്ലാഹുവേ, ആ ഉപ്പാക്ക് നീ കൊടുത്ത ഭാഗ്യമാണ്, ആ ഉമ്മാക്ക് നീ കൊടുത്ത ഭാഗ്യമാണ്. പടച്ചവരെ, ഞങ്ങൾക്കും നീ അങ്ങനെയുള്ള മക്കളെ തരണേ അല്ലാ, ആലിമീങ്ങളെ തരണേ അല്ലാ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ ദുആരക്കും ഒരു അവസരം നിങ്ങൾക്ക് തരണമേ അല്ലാ. പാറന്നൂർ ഉസ്താദ് വടക്ക് ഭാഗത്ത് ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു പോയ വലിയ മഹാനാണ്. 20 പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ചു ഒരു സ്ഥലത്ത്, 20 പ്രാവശ്യം. എന്നിട്ട് ആള് ബാക്കിയാണ് നിസ്കരിക്കാൻ. സമയം കഴിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് കബറടക്കിയതാണ്. 20 പ്രാവശ്യം ആയിരക്കണക്കിന് ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും മാത്രം നിസ്കരിക്കാൻ. ആലോചിച്ച് നോക്കി, ആയിരക്കണക്കിന് ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും 20 പ്രാവശ്യം ഒരു വേച്ച് നിസ്കരിക്കുമാറും അടുത്ത ആൾ നിസ്കരിക്കുമാറും, അങ്ങനെ 20 പ്രാവശ്യം ആ നാടും നഗരവും നിറഞ്ഞു കവിഞ്ഞു മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടും ആള് ബാക്കിയാണ്. എല്ലാവരും നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടി എന്ന് പറയുന്നത് അർത്ഥമില്ല. കുറച്ച് നല്ല മുത്തഖീങ്ങൾ കൂടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ, മുത്തഖീങ്ങൾ കൂടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുണ്യമുണ്ടല്ലോ, ഒരു നേട്ടമുണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യമാണ്. അതെല്ലാവർക്കും അല്ലാഹു കൊടുക്കൂലല്ലോ. നന്മയുടെ മയ്യത്തിന്റെ അടയാളങ്ങളാണ് അതൊക്കെ, നന്മയുടെ മയ്യത്തിന്റെ അടയാളങ്ങളാ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കബറാളി ചോദിച്ചതൊക്കെ മക്കളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും ഒക്കെയാണ്. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നിങ്ങളുടെ കബറിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങളുടെ വിശേഷം എന്താണ്?
ആ കബറാളി പറയുന്നു, ദുനിയാവിൽ പലപ്പോഴും ഇബ്ലീസ് ഒന്നും ചെയ്യാൻ നമ്മളെ സമ്മതിച്ചില്ല. ആ ഇബ്ലീസിനെ പരാജയപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കുറെ അമലുകൾ ചെയ്തു പോയവർക്ക് മാത്രമേ കബറിന്റെ അകത്ത് സമാധാനമുള്ളൂ. ബാക്കിയുള്ളവർ എന്നും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, കത്തിപ്പടരുന്ന തീയിൽ ആളി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇബ്ലീസ് നമ്മുടെ മനസ്സിലേക്ക് വന്ന് പലതും പറഞ്ഞു തരും. എന്റെ ഈ വന്നിരിക്കുന്ന സഹോദരിമാർ അവരുടെ കൈയുടെ നഖങ്ങളിലേക്കൊന്ന് നോക്കുക. ക്യൂടെക്സ് ഇല്ലാത്ത എത്ര കൈകൾ ഉണ്ടാകും, കൈവിരൽ തുമ്പുകൾ ഉണ്ടാകും, എത്ര പേരുണ്ടാകും. പിന്നെ തലമറയ്ക്കുക, എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട് ഉസ്താദുമാരെ തലമറയ്ക്കൽ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. വല്ല മാറ്റമുണ്ടോ സഹോദരിമാർക്ക്? എന്തുകൊണ്ടായില്ലാത്തത്? ഒരു മുടി ഒരു പെണ്ണ് പുറത്ത് കാണിച്ചാൽ ഒരു ഇബ്ലീസ് ആ പെണ്ണിന്റെ തലയിൽ കയറുകയാണ്. ഒരു മുടി ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോ ഒരു മുടി വെളിയിൽ ഇങ്ങനെ കണ്ടാൽ ഒരു ഇബ്ലീസ് ആ പെണ്ണിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം അകത്ത് കയറാൻ. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും പ്രബോധനവും പ്രവർത്തനവും വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നടക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നടക്കുന്നുണ്ടോ? ശബരിമല സീസൺ ആകുമ്പോഴാണ് അയ്യപ്പ ഭക്തന്മാർ അവരുടെ മലയിലേക്ക് പോകുന്നത്, അവരിനു വേണ്ടി പാട്ടുപാടുന്നത്, അവിടെ ക്ഷേത്രങ്ങളിൽ പൂജാകർമ്മങ്ങളും അതുപോലെ ആത്മീയ പ്രഭാഷണങ്ങളും നടക്കുന്നത്. ക്രിസ്മസ് ആകുമ്പോഴാണ് നോമ്പ് പിടിച്ചുകൊണ്ടും മറ്റും ആഘോഷങ്ങളുമായി ക്രിസ്ത്യാനികൾ രംഗത്ത് വരുന്നത്. നമ്മളോ രാപകൽ പ്രസംഗം, പകലും രാത്രിയും പ്രസംഗം, ക്ലാസ്, പള്ളികൾ, പഠനവേദികൾ, സ്വലാത്ത് മജ്‌ലിസ്, ദിക്ർ ഹൽഖകൾ. എന്തുകൊണ്ട്? എന്നിട്ടും ഈ ഒരു പേക്കോലം സഹോദരിമാരുടെ ജീവിതത്തിൽ നിന്ന് മാറാത്തതെന്തേ? ഒരു മുടി പുറത്ത് കാണിച്ചാൽ ഒരു ഇബ്ലീസ് അകത്ത് കയറുകയാണ്. പിന്നെ ആ ഇബ്ലീസാണ് ഭരിക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പിടിച്ചിടും, ഇങ്ങനെ വെക്കും. അല്ലാഹുവേ, ഇങ്ങനെ തന്നെ എപ്പോഴും വെക്കോ, എങ്കിലേ നേട്ടമുള്ളൂ. വീട്ടിന്റെ അലമാര തുറന്നാൽ കാണാം, കല്യാണത്തിന് പോകാൻ ഒരു ഡ്രസ്സ്, മരിപ്പിന് പോകാൻ ഒരു ഡ്രസ്സ്, മതപ്രസംഗത്തിന് പോകാൻ ഒരു ഡ്രസ്സ്, അത് ബാക്കവിയാണെങ്കിൽ സ്പെഷ്യൽ ഡ്രസ്സ് വേറെ. കാരണം എന്താ? മാലയെന്ന് പെട്ടെന്ന് ഊരാൻ പറ്റാത്ത എറിവിയ ഡ്രസ്സ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഡ്രസ്സ് അലമാര അടുക്കി വെച്ചിരിക്കും.